ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്ന ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയം ആണ്. സോ നമുക്ക് അതിൻ്റെ അകത്ത് പോയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെന്ന് കണ്ടാലോ? നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാൽക്കണിയിൽ നിന്നും എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമുക്കും എത്ര പെട്ടെന്ന് പോകാൻ വേണ്ടി നോക്കാം. കാരണം ക്ലൗഡി സ്കൈ ആണ്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ ബാൽക്കണിയിലേക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ അലോ ചെയ്യുന്നതല്ല. ഞാനും ഏട്ടനും ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായത്. ഇവിടെ ബസ്സിൽ ഇറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടിയാണ് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് പോകുന്നത്. മെട്രോ സ്റ്റേഷൻ ത്രൂ നമുക്ക് മ്യൂസിയത്തിലേക്ക് ഒരു ഡയറക്റ്റ് പാസേജ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഈസി ഈ ഒരു പാസേജ് ത്രൂ പോകുന്നതാണ്. പുറത്തൊക്കെ നല്ല കാറ്റുണ്ട്. സോ മഴ പെയ്യാനുള്ള ചാൻസസും ഹൈ ആണ്. സോ ഞാനും ഏട്ടനും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ സ്പീഡിൽ നടന്ന് പോവുകയാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഓൾമോസ്റ്റ് നമ്മൾ മ്യൂസിയത്തിലേക്ക് റീച്ച് ആവാൻ വേണ്ടി ആയിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ആയിട്ട് വൈറ്റ് തീമിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പാസേജ് വരുന്നുണ്ട്. അവിടെ നമുക്ക് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഒക്കെ ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. ഈ ഒരു പാസേജ് എൻഡ് ചെയ്യുന്ന ദുബായ് മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യൽ പോസിബിളാണ്. ഞാൻ കാണിക്കുന്ന ഈ ഒരു ഏരിയയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ മെട്രോ വഴിയാണ് ഇവിടേക്ക് വരാൻ വേണ്ടി നോക്കുന്നതെങ്കിൽ എമിറേറ്റ്സ് ടവർ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പാസേജ് ത്രൂ നമുക്ക് ഇവിടേക്ക് റീച്ച് ആവാൻ വേണ്ടി സാധിക്കുന്നതാണ്. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയുടെ ലോകം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന അത്ഭുതകരമായ ടെക്നോളജി, ഇന്നോവേഷൻ, ഇൻട്രാക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. മ്യൂസിയത്തിന്റെ അകത്തും പുറത്തുമായി കാണാൻ വേണ്ടി സാധിക്കുന്ന അറബിക് കാലിഗ്രഫിയിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രചോദനകരമായിട്ടുള്ള വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. ഇവ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞ ഉദ്ധരണികളാണ്. മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് എൻട്രി ആകുമ്പോൾ തന്നെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് റൈറ്റ് സൈഡിൽ കോഫി മേക്കിംഗ് റോബോട്ടിനെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ കോഫി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ റോബോട്ടായിരിക്കും നമുക്ക് കോഫി മേക്ക് ചെയ്ത് തരിക. സോ ലൈഫിൽ വൺസെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് കോഫി കുടിക്കാൻ വേണ്ടി നിന്നില്ല. കാരണം കോഫി കുടിക്കാൻ കൂടി നിന്നാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കിട്ടില്ല, ക്ലോസ്ഡ് ആവും. സോ ഞങ്ങൾക്ക് വേറൊരു ദിവസം വന്നിട്ട് കോഫി ട്രൈ ചെയ്യണമെന്നുണ്ട്. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സ്യൂൾ എലവേറ്റേഴ്സൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് അത് ഫീൽ ചെയ്തത്. ടിക്കറ്റ്സ് നമുക്ക് ഓൺലൈൻ ത്രൂവും ഓഫ്ലൈൻ ത്രൂവും എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് ടിക്കറ്റ് എടുത്തത്. ഞങ്ങൾ പോകുന്ന അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഗ്രൂപ്പായിട്ട് 5% അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് കയറുകയാണെങ്കിൽ 350 AED ആണ് ടോട്ടൽ പേ ചെയ്യേണ്ട എമൗണ്ട് വരുന്നത്. അതല്ലാതെ കയറുകയാണെങ്കിൽ പെർ പേഴ്സൺ 169 AED ആണ് വരുന്നത്. ഇപ്പോഴും അങ്ങനെ ഒരു ഓഫർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് നമുക്കൊരു ബ്രേസ്ലെറ്റ് കിട്ടും. അത് ഇട്ടിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. ഈ ബ്രേസ്ലെറ്റ് വെയർ ചെയ്യുന്നത് നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓരോ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ കയറുമ്പോഴും നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ ബ്രേസ്ലെറ്റ് സ്കാൻ ചെയ്താൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഫൈനലി നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തന്നു. So you can either use the elevator or the staircase right here. So the whole experience, it will take approximately 1 hour and if you have any questions, well, waiting now. Right? Thank you. Thank you so much.
ഞങ്ങൾ അകത്തേക്ക് എൻ്റർ ആവാൻ നിൽക്കുന്ന ടൈമിൽ ഫ്ലൈയിങ് ഡോൾഫിനെ കണ്ടു. ഇതൊരു ഹീലിയം നിറച്ച ബലൂണാണ്. റിമോട്ട് ത്രൂ കൺട്രോൾ ചെയ്യാനും പോസിബിൾ ആണ്. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ അകത്തേക്ക് എൻ്റർ ആയി. അകത്തേക്ക് കയറി കഴിഞ്ഞ സ്ക്രീനിൽ നമ്മളെ റിഫ്ലക്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞേരം ഞങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എൻ്റർ ആവുന്ന മുന്നേ ഒരു ചെറിയൊരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. Greetings everyone. My name is Aya. I'm a digital resident of the Museum of the Future. Welcome to my home. Like everything you see here, I was envisioned. Work and return with discoveries that can help the present. My intelligence can take in many forms, from light to sound. You'll find me most often as my avatar. Isn't she cute? Your journey begins in a very special place and time, Hamad bin Rashid Spaceport, February 2071. The launch is about to start. Follow me. Thank you so much everyone for your time. We can now start. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി പോവുകയാണ്. ഒരു സ്പേസ് സ്റ്റേഷൻ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ലഭിക്കുന്നത്. ദേ പ്രസന്റ് ഇറ്റ് ലൈക്ക് യു ആർ ഗോയിങ് ടു സ്പേസ് ഇൻ 2071. ബട്ട് ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഇത് മോർ ലൈക്ക് എ വെരി ഹൈ ക്വാളിറ്റി സ്റ്റിമുലേഷൻ ആണ്. യു സിറ്റ് ഇൻസൈഡ് സംതിങ് ലൈക്ക് എ ഷട്ടിൽ, screen full surrounded, and they are showing it from space, satellite system and future technology. It's not real science demo but storytelling plus visual mix ചെയ്ത experience ആണ്. Still visuals are really impressive. നമ്മളൊരു റോക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സ്പേസിലേക്ക് പോകുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ലഭിക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്പേസിൽ എത്തുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് ഈ സാറ്റലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് യൂസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ബ്രേസ്ലെറ്റ് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എത്തി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു വീഡിയോ പ്രസൻറ്റേഷൻ ഉണ്ട്. Let's get to know the neighborhood. Gather around this 3D model of Arthur Space Station Hall. Shortly, I will lead a quick presentation about our current mission here. It will take approximately 3 to 4 minutes, and it will be in both Arabic and English. For advanced safety pioneers, Photovoltaic belt. This belt of solar panels circles the moon. അങ്ങനെ വീഡിയോ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും എന്താണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അത് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് എല്ലാവരോടും പറഞ്ഞു നമ്മളുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ഓരോന്നും സ്കാൻ ചെയ്തിട്ട് അവിടെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രസന്റിൽ നിന്നും ഒരു ഫ്യൂച്ചറിലേക്ക് പോയ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നമ്മൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത എക്സ്പീരിയൻസ് ചെയ്യാതെ നമുക്ക് ഒരു പരിചയമില്ലാത്ത വേറൊരു വേൾഡിൽ എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. അവിടുത്തെ പല പല ഇന്നോവേഷൻസ് കാണുമ്പോഴും നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് തന്നെയാണ്.
നമ്മുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് ഇതുപോലെ സ്കാൻ ചെയ്താൽ നമ്മളുടെ ഫേസ് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഫസ്റ്റ് ഏട്ടനായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായത്. ഏട്ടൻ്റെ ഫേസ് സ്ക്രീനിൽ വന്നു. നെക്സ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതേപോലെ തന്നെ വാച്ച് ഒന്ന് സ്കാൻ ചെയ്തിട്ട് എൻ്റെ ഫേസ് അതേപോലെ കാണാൻ വേണ്ടി സാധിച്ചു. നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നാച്ചുർ ആൻഡ് ടെക്നോളജി. നെക്സ്റ്റ് സ്റ്റേഷനിൽ ദേ ഫോക്കസ് ഓൺ എൻവയോൺമെൻറ്റ്. ഇവിടെ യു വിൽ സീ ഡിജിറ്റൽ ഡിസ്പ്ലേസ് ഓഫ് ആനിമൽസ്, പ്ലാന്റ്സ്, ഈവൻ എ DNA ലൈബ്രറി കൺസെപ്റ്റ്. ബട്ട് ഇത് റിയൽ റിസർച്ച് ലാബ് അല്ല, മോർ ലൈക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത എക്സിബിറ്റ്സ് ആണ്. ദേ ആർ ബേസിക്കലി സെയിം. ഫ്യൂച്ചറിൽ നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ഒരു സെക്ഷനിൽ അവർ ഒരുപാട് സ്പീഷ്യസിൻ്റെ DNA കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്കാൻ ചെയ്തിട്ട് ഏത് സ്പീഷ്യസ് ആണെന്നൊക്കെ നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു സെക്ഷൻ കണ്ടപ്പോൾ എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് തോന്നിയത്. അതിൻ്റെ ലൈറ്റനിങ് ആണെങ്കിലും അറേഞ്ച്മെൻ്റ് ആണെങ്കിലും ഒക്കെ നല്ലൊരു രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായത്. റെയിൻ ഫോറസ്റ്റ് ആണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. Modified species. Each of the station board is dedicated to a new species. You won't be able to scan right now because there's an ongoing simulation. Let's wait for the podiums to change the color to white and only then you may scan. നമ്മുടെ ബ്രേസ്ലെറ്റ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ മുന്നിൽ ഇതുപോലെ വീഡിയോ പ്രസൻ്റ് ആയി വരുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്.静悄悄。给你情深似海洋，站立魂泪在阳光下。你的微笑灿烂如阳光，幸福的味道飘散，我们送你出家，泪水似花瓣飘洒，不舍与喜悦交织，祝福你一生幸福。静悄悄就想起往昔年少，时光荏苒，只剩心头烦恼。曾经的誓言在风中飘荡，会有在心头游。梦境如画，遥远的路漫漫，抚平心伤害。我往日笑颜，眼泪是润尘封的幸福，会有在心头游。沉默如水死去，缱绻回望，岁月如歌，
旧时光温暖青涩的。 അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടു. 2071 ആവുമ്പോൾ ദുബായ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. അതിൻ്റെ പ്രസൻറ്റേഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ, അതായത് 4th ചാപ്റ്ററിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ അതിലേക്കല്ല പോകുന്നത്. നമ്മൾ 3rd ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ ആഫ്റ്റർ 2nd ചാപ്റ്റർ നമ്മൾ 3rdiലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. 3rd ചാപ്റ്റർ മീൻസ് ഇറ്റ്സ് റിയലി ഫോക്കസ് ഓൺ മൈൻഡ് ആൻഡ് വെൽനെസ്. 3rd ചാപ്റ്റർ ഈസ് വെരി കാം ആൻഡ് ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. ഇത് ടെക്നോളജി ഇല്ലാത്തൊരു സോൺ പോലെയാണ് ഫീൽ ചെയ്യുക. 3rd ചാപ്റ്ററിലേക്ക് എൻ്റർ ആകുമ്പോൾ തന്നെ ഫുൾ ഒരു പിങ്ക് തീമിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്മോക്ക് ഏരിയ ആണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സ്മോക്കിൽ നിന്നും നമുക്ക് കിട്ടുന്നത് നല്ലൊരു റീഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് നമുക്കിതൊന്ന് കിട്ടുന്നത്. മേ ബി ഇത് ഫസ്റ്റിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈൻഡൊക്കെ ഒന്ന് കൂൾ ആൻഡ് കാം ആക്കാൻ വേണ്ടി ആയിരിക്കാം. ഞങ്ങൾ ആ ഏരിയയൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്തു. നമുക്ക് അവിടെ ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ കുഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.当情已走得那么远，当心已伤得那么深，当回忆像刺痛的。 This part is actually very different. No big screen, no technological hype. They ask you to slow down, sit, listen, touch and relax. Some people find it meaningful, some feels it's a bit of empty. ബട്ട് ആക്ച്വലി ഇത് വേർത്താണ്. കാരണം നമുക്ക് മെൻ്റലി ഒന്ന് പീസ്ഫുൾ ആവാനും റിലാക്സ് ആവാനും ഒക്കെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ അതുപോലെ ഈ ഒരു ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റനിങ് ആണെങ്കിൽ നമ്മൾ നടക്കുന്ന ആ ഒരു സ്ഥലത്തൊരു വേവ് പോലെയായിട്ടാണ് ആ ലൈറ്റ്സൊക്കെ ക്രിയേറ്റ് ആവുന്നത്. ബട്ട് ആക്ച്വലി ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് തന്നെയാണ്. Time marches on with no refrain. The distance grows. അതിനുശേഷം വരുന്നത് ഫീലിംഗ് തെറാപ്പിയാണ്. അതായത് നമ്മളുടെ ഓരോരോ ഏരിയാസ് ആയിട്ട് ഇവരെ സെഗ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളെ ഹാൻഡ് ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഫീലിംഗ് തെറാപ്പി ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു തെറാപ്പി സെക്ഷൻ പോലെ വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ സൗണ്ടും വൈബ്രേഷനും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ നിന്ന് ഐസൊക്കെ ക്ലോസ് ചെയ്തിട്ട് ആ സൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ലിസൺ ചെയ്യാം. ജസ്റ്റ് ഒരു തെറാപ്പി സെക്ഷൻ പോലെയാണ് ഇവിടെ ഒന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം എൻ്റർ ആവുന്ന റൂമിൽ നമുക്ക് കുറച്ച് നേരം ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു റൂമാണ്. കുറച്ച് നേരം ഞാനും ഏട്ടനും അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററും കൂടെ കാണണം. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. കാരണം ലൈറ്റ് കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊന്നും കിട്ടില്ല. സോ കുറച്ച് നേരം ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഉടനെ തന്നെ 4th ചാപ്റ്ററിലേക്ക് പോയി.
അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ട് അത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാൽക്കണിയിൽ നിന്നും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയാണ്. കാരണം ഗൈഡ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴക്കാറുള്ളത് കൊണ്ട് മഴ പെയ്താൽ ബാൽക്കണി ക്ലോസ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോകാൻ വേണ്ടി. സോ ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടേക്കായിരുന്നു പോയിട്ടുണ്ടായത്. ഈ കാണുന്ന ഈ ഒരു സ്റ്റെയർ കയറിയിട്ട് വേണം നമുക്ക് ബാൽക്കണിയിൽ റീച്ച് ആവാൻ വേണ്ടി. ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാൽക്കണി വ്യൂ പറഞ്ഞാൽ അത് അമേസിങ് ആണ്. നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എൻറ്റയർ ആ ഒരു ഏരിയ തന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഭാഗ്യത്തിന് ആ ഒരു ടൈമിൽ മഴ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഭയങ്കര നല്ലൊരു വൈബാണ്. ഈ ഒരു ഏരിയ പറഞ്ഞ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തിങ്സ് കൊണ്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ കുറേ ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് റോബോട്ടിനായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെയാണ് ഉള്ളത്. ഈ ഒരു ഏരിയ പറഞ്ഞാൽ തന്നെ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക ഉള്ള ഇന്നോവേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഉള്ളത്. ഓരോന്നും എന്താണ് അതിൻ്റെ പർപ്പസ് എന്താണ് അതിൻ്റെ യൂസസ് എന്താണ് ഒക്കെ അവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ വായിക്കാം, ഓരോന്നും എക്സ്പ്ലോർ ചെയ്യാം, ഏതൊക്കെയാ കാണാം.静悄悄响起无锡年少，时光荏苒，只剩心头烦恼。曾经的誓言在风中飘荡，回游在心头游，梦境如花摇。Time marches on with no refrain. ദുബായ് ഗവൺമെൻറ് ഇന്നോവേറ്റീവ് ആയിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഫ്യൂച്ചർ മ്യൂസിയം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വലിയൊരു തെളിവായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദുബായ് ഭരണാധികാരികളുടെ ദീർഘവീക്ഷണവും രാജ്യ പുരോഗതിക്കായി അവർ നൽകുന്ന പ്രാധാന്യവും ഇവിടെ പ്രകടമാണ്. ഈ കാണുന്നത് ദുബായിൽ ട്രയൽ റൺ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോമാറ്റിക് ഡ്രൈവർലെസ് കാർ ആണ്. നമുക്ക് പെർഫ്യൂംസ് ഒക്കെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോസിബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നമുക്ക് റോബോട്ടിനോട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെക്ഷൻ ഉണ്ട്. സോ റോബോട്ടിനോട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നെക്സ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ഈ റോബോട്ട് നമുക്ക് ആൻസർ ചെയ്യും. Yes, I can hear you. How can I assist you today? Sure. The Museum of the Future is a groundbreaking museum in Dubai designed to transform our perception of the future. It's an architectural marvel, featuring a facade with Arabic calligraphy. Inside, it offers immersive environments with themes that blend science, technology, and spirituality. Visitors can experience futuristic concepts today, with exhibits like OSS Home, a space station simulation, and the Heal Institute, a digital recreation of the Amazon rainforest. The museum provides a unique glimpse into potential future living.
It's a place where technology and innovation come together to inspire and educate. Kerala is a beautiful state in southern India, known for its lush landscapes, backwaters, and rich cultural heritage. It's famous for its traditional art forms, cuisine, and Ayurveda practice. Its vibrant festivals and beautiful beaches. It's often referred to as God's own country due to its scenic beauty and diverse ecosystems. നമ്മളോട് റോബോട്ട് ഇംഗ്ലീഷിൽ മാത്രമല്ല ഹിന്ദിയിലും സംസാരിക്കുന്നുണ്ട്. दुबई एक खूबसूरत और विविधतापूर्ण शहर है. यहाँ की वास्तुकला, संस्कृति और जीवन शैली इसे विशेष बनाती है. प्रेम और दोस्ती के लिए यह एक अद्भुत स्थान है. ദെൻ ഞങ്ങൾ അതൊക്കെ കണ്ട് ലാസ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ഓൺ ആയി. അവിടെ മെയിനായിട്ട് കിഡ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്, ക്ലൈംബിംഗ്, പ്രോബ്ലം സോൾവിങ് ടാസ്ക്സ്, ടീം വർക്ക് ആക്ടിവിറ്റീസ്. അഡൾട്ട്സിന് അത്ര എൻഗേജിങ് ആവില്ല, ബട്ട് കിഡ്സ് വിൽ ഡെഫിനറ്റ്ലി എൻജോയ്. ഇറ്റ്സ് മോർ ലൈക്ക് ആൻ എഡ്യൂക്കേഷണൽ പ്ലേ ഏരിയ. പിന്നെ കിഡ്സിന് പറ്റിയ കുറേ റോബോട്ട്സ് ഐറ്റംസ് ആണെങ്കിലും അവർക്ക് പറ്റിയ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനത്തെ റോബോട്ട്, കാരണം ഈ റോബോട്ടിനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ തലയിലൊരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനിൽ നമുക്ക് മേലേക്ക് നോക്കുമ്പോൾ ഗാലക്സിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ കുറച്ച് ടീഷർട്സ്, പിന്നെ അവർക്ക് പറ്റിയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഞാനും ഏട്ടനും അവിടുത്തെ ഐറ്റംസൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നീട് ഇറങ്ങി. അവിടുത്തെ പ്ലേ ഏരിയയിൽ കുറേ കിഡ്സൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ അഡൾട്ട്സിന് എൻട്രി ഇല്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേഷനറി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇറങ്ങി. കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസും ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കിഡ്സിൻ്റെ പ്ലേ ഏരിയ വരുന്നത്. ജസ്റ്റ് ഞങ്ങളൊക്കെ അവിടെ ഒന്ന് ചുറ്റി കണ്ട് ഇറങ്ങി. ഫ്യൂച്ചർ മ്യൂസിയം കണ്ടിട്ട് ഓവറോൾ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ലൈഫിൽ അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ്. നമുക്ക് ഫ്യൂച്ചറിൽ 2071 ഒക്കെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ എന്ന് കാണാൻ ഒരു ഓവറോൾ ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയും നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് ഫ്യൂച്ചർ മ്യൂസിയം. അങ്ങനെ ഫൈനലി നമ്മൾ മ്യൂസിയം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി മോർണിംഗ് വ്യൂവിനേക്കാളും ഇഷ്ടപ്പെട്ടത് നൈറ്റ് വ്യൂ ആണ്. കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ട് മ്യൂസിയം കാണാൻ അതൊരു പ്രത്യേകത ഭംഗി തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഏട്ടൻ ബീഫ് മന്തിയും ഞാൻ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആദ്യം ഒരു സൂപ്പ് കിട്ടിയിരുന്നു. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതിനുശേഷം സുലൈമാനിയും ലുക്കീമാത്തും കിട്ടി. ലുക്കീമാത്ത് പറഞ്ഞ ഒരു അറേബ്യൻ ഡെസേർട്ടാണ്.
ലുക്കിമത്ത് ഡേറ്റ് സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ബോൾസ് ആണ്. ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെട്ടു. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോയി. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇൻഫോം ചെയ്യണം. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.